പോലീസിനെ ഉറക്കം കൊടുത്തിക്കൊണ്ട് നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് അർജുൻ ആയങ്കി എന്ന കണ്ണൂരിലെ CPM-ന്റെ കൊടും ക്രിമിനൽ വീണ്ടും സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇയാൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന അതിന്റെ ഒരു പശ്ചാത്തലം എന്താ അറിയോ? മെയ് മാസം 2026 മെയ് മാസം 3-ാം തീയതി, അതായത് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതിന്റെ തലേ ദിവസം എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്തുള്ള ഒരു വനമേഖലയിൽ സുരക്ഷയുടെ ഭാഗമായി പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ തെരച്ചിലാണ് ഇയാളെയും കൂട്ടരെയും പോലീസ് കണ്ടെത്തുന്നത്. തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം 21 ദിവസത്തെ തടവ് ശിക്ഷ കഴിഞ്ഞിട്ടാണ് ഇയാൾ പുറത്തേക്ക് വന്നത്. പുറത്തിറങ്ങിയ ശേഷമുള്ള അർജുൻ നായകിക്ക് ഒളിഞ്ഞും തെളിഞ്ഞും CPM-ന്റെ സഹായം പല രീതിയിലും ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. തുടർന്ന് പോലീസിനെ വെല്ലുവിളിച്ചതിന്റെ പേരിൽ ഇയാൾക്കെതിരെ വീണ്ടും കേസുണ്ടാവുന്നു. അതാണ് നിലവിലെ പശ്ചാത്തലം. അങ്ങനെ ഇയാളെ മുൻകൂർ ജാമ്യത്തിനായിട്ട് ഹൈക്കോടതിയിൽ അപേക്ഷിക്കുന്നു. ഹൈക്കോടതി ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നു. കോടതി മുൻകൂർ ജാമ്യം തള്ളിയതോടെ ഇയാൾ ഒളിവിൽ പോകാൻ തുടങ്ങി. ഊന്നുങ്ങൽ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായ ആദർശിനെ ഇയാൾ തുടർച്ചയായിട്ടുള്ള ഭീഷണികൾ അയക്കാൻ തുടങ്ങി. ഒരു കല്യാണം കൂടാൻ പോയതാണ് നമ്മളെയാണ് ഡാൻസ് കളിച്ച് റീലിട്ടു എന്നതിന്റെ ഭാഗമായിട്ട് കുറെ പോലീസുകാർ വീട്ടിൽ കയറി വന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഉച്ചവരെ സ്റ്റേഷനിൽ ഇരുത്തി ഉച്ചയ്ക്ക് ശേഷം പറയുന്നു നിങ്ങൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. മറ്റാരുടെയൊക്കെയോ പ്രേരണയോ മുൻവൈരാഗ്യമോ പാരിതോഷികമോ ലഭിച്ചിട്ടാണ് നമുക്കെതിരെ ഇത്തരത്തിലൊരു കേസെടുത്തിട്ട് 21 ദിവസം വിയ്യൂരും കാക്കനടക്കം കൊണ്ടുപോയിട്ട് നരകിപ്പിച്ചത്. ഈ കേസിന്റെ ഭാഗമായിട്ടുള്ള സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നതോട് കൂടിയിട്ട് അയാളുടെ കാക്കി അഴിപ്പിക്കേണ്ടുന്ന പണി ഞാൻ എടുക്കും. കാക്കി അഴിച്ചവർക്ക് പെൻഷൻ ഇല്ലല്ലോ. അല്ലാതെ അയാളെ കായികമായി നേരിടുന്നോ കൊന്നുകളയോ എന്നോ അല്ല അതിന്റെ അർത്ഥം. അത് വായിച്ചാളെ പ്രശ്നമാണ്. ഞാൻ എന്ത് എഴുതി എന്നതിന് മാത്രമാണ് ഞാൻ ഉത്തരവാദി. നിങ്ങൾ എന്ത് മനസ്സിലാക്കി എന്നതിനല്ല. ഞാൻ പറഞ്ഞു ഞാൻ കൊച്ചിയിലുണ്ട്, വന്ന് ഹാജരാവാം. ഇനി ഹൈക്കോടതിന്റെ മുകളിലേക്ക് ഞാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചതായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഇദ്ദേഹവും സംഘാംഗങ്ങളും എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ലൊക്കേഷൻ എടുത്ത് മഫ്തിയിൽ അവൻ്റെ അടുത്ത് പോയി ഞാൻ ഒരുമിച്ചുണ്ടോ എന്നൊക്കെ നോക്കലും പരിശോധിക്കലല്ല. എല്ലാ കേസുകളും നേരിടാൻ വേണ്ടി തയ്യാറായിട്ട് തന്നെയാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതും എഴുതുന്നതും പറയുന്നതും എല്ലാം. എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്നുള്ള അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം എൻ്റെ എല്ലാ പ്ലാനുകളും പാളി. ജയിലാണെങ്കിൽ ജയില്, കയറാണെങ്കിൽ കയറ് എന്ന മാനസികാവസ്ഥയിൽ ഞാൻ മാറി. ഞാൻ ഇനി ജാമ്യം എടുത്തിട്ടേ വരുന്നുള്ളൂ. അതിനു മുമ്പേ നിനക്ക് എന്നെ പിടിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ ഈ പിടിക്ക്. നിന്റെ സഹപ്രവർത്തകൻ നിന്റെ ആളായിരിക്കും CI. അനാവശ്യമായിട്ടൊരു കേസിൽ എന്നെ എൻ്റെ സുഹൃത്തുക്കളെയും കൂട്ടിക്കൊണ്ടുപോയി 21 ദിവസം ജയിലിൽ കിടത്തിയ ആള് നിന്റെ ആളായിരിക്കും. അപ്പോൾ അവന് കൊടുക്കേണ്ടത് ഞാൻ കൊടുത്തിട്ടുമില്ല ഇതുവരെ. അത് കൊടുക്കും. ഇയാള് ആ ഉദ്യോഗസ്ഥനോട് പറഞ്ഞത് ധൈര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് പിടിക്കട എന്നൊക്കെയാണ് പറയുന്നത്. മാത്രമല്ല ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വലിയ രീതിയിൽ അസഭ്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് ഇതിന്റെ രസകരമായിട്ടുള്ള ഒരു കാര്യമുള്ളത്. എന്താ അറിയോ? ഒളിവിലിരുന്ന് പോലീസിനെ വെല്ലുവിളിക്കുകയും വാടാ ധൈര്യമുണ്ടെങ്കിൽ വന്ന് പിടിക്കട എന്നൊക്കെ പറയുകയും ചെയ്യുന്ന ഇയാള് അതേസമയം പിടിക്കാതിരിക്കാൻ വേണ്ടി തുണി മാറുന്നത് പോലെ വാഹനങ്ങൾ മാറി കയറി പോലീസിന്റെ കണ്ണു വെട്ടിച്ച് നടക്കുകയാണ്. ഭയങ്കര ധൈര്യശാലിയാണ്. പോലീസിനെ വെല്ലുവിളിച്ച ആളാ, ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിച്ച ആളാ, ഭയങ്കര ധൈര്യശാലിയാ. ഇവനാണ് തുണി മാറുന്നത് പോലെ വാഹനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പല നാടുകളിലായി നടക്കുന്നത്. ഭയങ്കര ധൈര്യം തന്നെ. എനിക്ക് ഇവന്റെ ഇതൊക്കെ കണ്ടിട്ട് മാസമായിട്ടല്ല തോന്നുന്നത്. ഈ നമ്മൾ ചെറുപ്പത്തിൽ കള്ളൻ പോലീസൊക്കെ കളിക്കില്ലേ, കണ്ടേ തൊട്ടേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ പരിപാടിയാണ് ഇവ കാണിക്കുന്നേ. എന്നിട്ട് കുറെ ആൾക്കാർ ഇവനെ മാസാക്കി കൊണ്ടിരിക്കുക. കണ്ടോ അർജുൻ ആയെങ്കിൽ അങ്ങനെ എന്തായെങ്കിൽ ഇവൻ പോലീസിനെ പേടിച്ച് നാട് മുഴുവൻ ഓടി നടക്കണം. മാറി വാഹനത്തിൽ കയറിയിട്ട് പോലീസിനെ വെല്ലുവിളിച്ചാ നടക്കുന്നത്. മാറി വാഹനത്തിൽ സഞ്ചരിക്കാം. എന്തിനീ പോലീസ് പിടിക്കാതിരിക്കാന്. എന്നിട്ട് പറയണം വാടാ പിടിക്കടാ എന്ന്. നാണമുണ്ടോ ഇവനൊക്കെ തലയിലേക്ക് നടക്കുന്നവർക്ക് നാണമുണ്ടോ? ഇത്ര ഒരു ഭീരുവിനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഏതോ ഒരു സിനിമയിലെ മാമുക്കോയല്ലേ കീലേരി അച്ചു, എനിക്ക് ആ കീലേരി അച്ചുവിനാണ് ഓർമ്മ വരുന്നത്. ഇയാൾ കാണുമ്പോൾ യഥാർത്ഥ ആണത്തവും നെഞ്ചൂക്കവും ഉണ്ടെങ്കിൽ ഇവൻ പോലീസിന് മുന്നിൽ ചെന്ന് നിൽക്കല് വേണ്ടേ. അതിനുള്ള കുറ്റവുറപ്പില്ലാതെ സ്വന്തം സഹോദരനെയും കൂട്ടുകാരെയും പോലീസിന് മുന്നിലേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് ഒളിവ് സങ്കേതത്തിൽ ഇരുന്ന് പോലീസിനെ വെല്ലുവിളിക്കുന്ന ഇവനൊക്കെ ഉള്ളത് ധൈര്യമല്ല, സത്യത്തിൽ ഭീരുവാണവൻ. ഭീരു. നിയമത്തിന് മുന്നിൽ നിൽക്കാൻ പേടിയുള്ള അവസ്ഥ. അത് മാത്രമേ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള അലക്കലിനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇതൊന്നും ധൈര്യമായിട്ടോ മാസമായിട്ടൊന്നും ആരും വിലയിരുത്തേണ്ട കാര്യമില്ല. അർജുൻ ആയങ്കി എന്ന് പറഞ്ഞ CPM ഗുണ്ട കേവലം കീലേരി അച്ചു മാത്രമാണ്. ഇപ്പത്തെ അവസ്ഥ എന്താ അറിയോ?
കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയ മട്ടാണ്. പാലക്കാട് നിന്ന് ഡസ്റ്റർ വാഹനത്തിൽ തൃശൂരിലേക്ക് കടന്ന അർജുൻ ആയങ്കി എന്ന കീലേരി അച്ചു പാലിയേക്കര ടോൾ പ്ലാസ കടന്നു പോകുന്നതിന്റെ വ്യക്തമായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ പോലീസിന് ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട്. പോലീസിന്റെ കണ്ണ് വെട്ടിക്കാൻ അതീവ ധൈര്യശാലിയായ അർജുൻ ആയങ്കി മാറി മാറി വിവിധ വാഹനങ്ങളിലാണ് കേരളത്തിലുടനീളം, ചിലരൊക്കെ പറയുന്നു കേരളം വിട്ടിട്ടുണ്ട് എന്ന്. എന്തായാലും ഇയാൾ സഞ്ചരിക്കുന്ന രീതി എന്തെന്ന് വെച്ചാല് കുറച്ച് സമയം ഒരു വാഹനത്തിൽ സഞ്ചരിക്കും, അത് കഴിഞ്ഞ് മറ്റൊരു വാഹനത്തിൽ സഞ്ചരിക്കും. ആരാ? പോലീസിനെ വെല്ലുവിളിച്ച ആളാണ്. ഫാൻസുകാർ അർജുൻ ആയങ്കി മാസ് ഇടാ പാസ് ഇടാ എന്ന് പറഞ്ഞു നടക്കുന്ന ആളാണ്. അത്തരത്തിൽ ഈ കീലേരി അച്ചു പോലീസിനെ കണ്ണു വെട്ടിച്ചുകൊണ്ട് വിവിധ വാഹനങ്ങളിലായി വിവിധ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് മൊബൈൽ ടവർ ലൊക്കേഷൻ നോക്കി പിന്തുടർന്ന പോലീസ് ഇയാളുടെ സഹോദരനെ തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്ത് നിന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ അയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോലീസ്. സംഗതി കൈവിട്ടു പോയെന്ന് നമ്മൾ പറയാൻ കാരണം എന്താ? ഈ സമയം കൊണ്ട് തന്നെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറായ നകുൽ രാജേന്ദ്ര പോലീസുകാർക്ക് ചില നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അടിയന്തര സാഹചര്യമോ അപകടകരമായ സിറ്റുവേഷനോ ഉണ്ടായാൽ അർജുൻ നായികയെ വെടിവെച്ചിട്ടെങ്കിലും കീഴടക്കണം എന്നാണ് കമ്മീഷണറുടെ ഇതിനോടകം തന്നെ നിർദ്ദേശം. അപകടമുണ്ടാകാത്ത രീതിയിൽ വാഹനം കുറുകെയിട്ട് പിടിക്കാനും ആവശ്യമാണെങ്കിൽ തോക്കെടുക്കാനും പോലീസിന് ഇതിനോടകം തന്നെ പൂർണ്ണ സ്വാതന്ത്ര്യം കമ്മീഷണർ നൽകി കഴിഞ്ഞു. അവസാനമായി പറയാനുള്ളത്, കണ്ണൂർ ജില്ലയിലെ വിവിധ പാർട്ടി ഗ്രാമങ്ങൾ കൊട്ടേഷൻ സംഘങ്ങളുടെ താവളമാക്കി മാറ്റിയത് ആരാണ്? പാർട്ടിക്ക് വേണ്ടാത്തപ്പോൾ തള്ളിപ്പറയുകയും ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പാണ് കണ്ണൂരിലെ യുവതലമുറയെ ക്രിമിനലാക്കി മാറ്റുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന കാര്യം. അർജുൻ ആയങ്കിമാർ ഒരു സുപ്രഭാതം കൊണ്ട് പൊട്ടി മുളച്ചു വന്നവരല്ല. പാർട്ടി വളർത്തിയെടുത്ത ഗുണ്ടായിസത്തിന്റെ നേർസാക്ഷ്യമാണ് അർജുൻ ആയങ്കിമാർ. പോലീസിന്റെ തോക്കിൻമുനയിൽ നിൽക്കുന്ന ഈ ഭീരു അർജുൻ ആയങ്കി എന്ന കീലേരി അച്ചു എത്ര നാൾ ഒളിവിൽ കഴിയും? ഒരു കാര്യം ഉറപ്പാണ്, വൈകാതെ അർജുൻ ആയങ്കിയും കേരള പോലീസിന് മുന്നിൽ കീഴടങ്ങിയേ പറ്റൂ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ അയാൾക്ക് സാധിക്കില്ല. അയാളിനി എത്ര സോഷ്യൽ മീഡിയയിൽ എത്ര മാസ് ഡയലോഗ് പോസ്റ്റ് ചെയ്താലും, അയാൾ എത്ര ദൂരത്തിൽ വണ്ടി മാറി മാറി വേഷം മാറി മാറി കോലം മാറി മാറി അതീവ ധൈര്യശാലിയായ ഇയാള് എവിടെ തന്നെ പോയാലും കേരള പോലീസ് ഇയാളെ പൊക്കിയിരിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഒരു പക്ഷേ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇയാളെ കേരള പോലീസ് ചട്ടിയിലാക്കും. അതില് ഒരു സംശയവും വേണ്ട. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി മറ്റു വീഡിയോയുമായി ഒട്ടും വൈകാതെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ ഇവിടെ പറയുന്നു.